ലാൽ സലാം. മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ എത്താൻ ഇനിയും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. കൃത്യം പറഞ്ഞാൽ 20 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ ബോക്സ് ഓഫീസിന് തീ പടരും എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു വാർണിംഗ് പറയാം. വേറെ ഒന്നുമല്ല, അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബോക്സ് ഓഫീസ് തീയിടാൻ എമ്പുരാൻ വരുന്നു. 1 മാസത്തേക്ക് ബാക്കിയുള്ള റിലീസുകൾ മാറ്റിവെക്കുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ ആഗോളതലത്തിൽ തീപിടിപ്പിക്കാനായി തന്നെയാണ് ഈ ഒരു സിനിമ എത്താൻ പോകുന്നത്. മലയാളത്തിൻ്റെ ഏറ്റവും ഘനഗംഭീരമായിട്ടുള്ള ചിത്രം എന്ന് തന്നെ പറയാം. അതിഗംഭീരമായിട്ട് കൊടൂരമായിട്ട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കുന്ന മലയാളത്തിൻ്റെ ചിത്രമായിരിക്കും എമ്പുരാൻ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിൻ്റെ അണിയറയിൽ അമ്മാതിരി ടീമുകളാണോ ഉള്ളത്. സാധാരണ ഒരു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ കഴിയാത്ത, ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സിനിമയുടെ മേക്കിംഗ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മോഹൻലാൽ എന്ന ഒരൊറ്റ താരം മതി ഏറ്റവും മുന്നിൽ നിന്ന് ഇതിനെ നയിക്കാനും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്നു എമ്പുരാൻ. ഒരുപക്ഷെ മലയാള സിനിമ ഇതുവരെ 1000 കോടി എന്ന ഒരു മാർജിനിലേക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവിടെ നമ്മൾ ആ ഒരു റേഞ്ചിലൊന്നുമല്ല, 500 കോടി എന്നുള്ള റേഞ്ചിലേക്ക് തന്നെയാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് വലുതാണെന്നറിയാം. ഒപ്പം സിനിമയ്ക്ക് വരുന്ന ഓരോ കാര്യങ്ങളും വലുത് തന്നെയാണ്. എന്തിന് ഫാൻ ഷോസ് പോലും സാധാരണ സിനിമകൾ കാണുന്നതിനേക്കാൾ വലുത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 50 ദിവസങ്ങൾക്ക് മുമ്പ് 100-200 അടുത്തുള്ള ഫാൻ ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ളാകുന്നു. അത് ചരിത്രത്തിൽ മലയാള സിനിമയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ എല്ലാം ഒരു ബിഗ് ക്യാൻവാസിൽ, ബിഗ് രീതിയിൽ തന്നെ വരുന്ന ചിത്രം തന്നെയാണ് എമ്പുരാൻ എന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ബോക്സ് ഓഫീസ് തീയിടാൻ എമ്പുരാൻ വരുമ്പോൾ ബാക്കിയുള്ളവർ കൈ പൊള്ളാതിരിക്കാൻ മാറ്റി വെക്കുന്നതായിരിക്കും റിലീസുകൾ എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇവിടെ സിനിമയുടെ ഇന്നത്തെ ഏറ്റവും വലിയ അപ്ഡേറ്റ്, അല്ലെങ്കിൽ ഇന്നലത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, സെൻസറിങ് കഴിഞ്ഞു. UA സർട്ടിഫിക്കറ്റിലൂടെ 3 മണിക്കൂറിന് 1 മിനിറ്റ് താഴെ മാത്രമായി നിൽക്കുന്നു ദൈർഘ്യം എന്നുള്ളത്. വരുന്ന ദിവസങ്ങളിൽ സിനിമയുടെ ട്രെയിലർ വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടിക്കറ്റ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം വലിയ താമസമില്ലാതെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഹിന്ദിയിൽ ഉൾപ്പെടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലായിരിക്കും സിനിമയുടെ റിലീസ് എന്നുള്ളതാണ് അണിയറയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണേലും തകൃതിയായിട്ട് ആഘോഷങ്ങൾ തുടങ്ങിക്കോളൂ. സിനിമ അമ്മാതിരി ഒരു കൊടൂര സംഭവം തന്നെയാണ്. ഇതുവരെ നമ്മൾ ഇതുവരെ കണ്ട് മടുക്കാത്ത തരത്തിലുള്ള മേക്കിങ്ങും കഥയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരുമ്പോൾ മലയാളി കുറച്ച് വിശാലമായി ചിന്തിക്കേണ്ടി വരും അങ്ങനെ ഒരു സിനിമയുടെ പുറകെ പോകുമ്പോൾ എന്നുള്ളത് തന്നെയാണ്. കാരണം കേരളത്തിൽ വിട്ട് ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള മലയാളത്തിൻ്റെ ഒരു ചിത്രമായി മാറുന്നു. അതിൻ്റെ കഥയും ആ രീതിയിൽ തന്നെയാണ് വരാൻ പോകുന്നത്. കാത്തിരിക്കാം. അപ്പോൾ ഒരു വാണിംഗ് ഒരിക്കൽ കൂടെ അവസാനിപ്പിക്കുന്നു. വേറെ ഒന്നുമല്ല, ബോക്സ് ഓഫീസ് തീയിടാൻ എമ്പുരാൻ വരുമ്പോൾ അവൻ്റെ മുന്നിൽ പെടാതെ മാറി നിൽക്കുന്നതായിരിക്കും ബാക്കിയുള്ള റിലീസുകൾക്ക് നല്ലത് എന്നുള്ള വാർണിംഗ് തന്നെ. എന്തായാലും കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകളും കാര്യങ്ങളുമൊക്കെയായി. ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ട് കാത്തിരിക്കുന്നവർ? ഇനിയും അടുത്ത ഫാൻ ഷോസോ അല്ലെങ്കിൽ ആദ്യ ദിനത്തെയൊക്കെയോ സിനിമ കാണാനായി ടിക്കറ്റ് എടുക്കാതെ കാത്തിരിക്കുന്നവർ ആരൊക്കെയാണ്? കമൻസോടെ പറയാം. ലാൽ സലാം.